ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രോമിസ് നമ്പർ 1, വാഗ്ദാനം 1. നിങ്ങൾ കാലുകുത്തുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ദൈവത്തിന്റെ ശക്തമായ നിയന്ത്രണം ഉണ്ടാവും. പ്രോമിസ് നമ്പർ 2, വാഗ്ദാനം 2. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. രാവും പകലും നിനക്കെതിരെ പൈശാചികമായ ഉപദ്രവങ്ങൾ അഴിച്ചുവിട്ടവരുടെ നടുവിലൂടെ തലയുയർത്തി നടക്കാനും അവരുടെ കൺമുമ്പിൽ അവർ നോക്കി നിൽക്കെ വളർന്ന് വടവൃക്ഷം പോലെ വലുതാവാനും ദൈവം നിന്നെ സഹായിക്കും. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. വാഗ്ദാന നമ്പർ 3, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. എത്ര വലിയ വാഗ്ദാനമാണ്. ഏത് സ്ഥലത്തും എവിടെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രോമിസ് നമ്പർ 4, നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം, നീ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നിനക്ക് അനുഗ്രഹം ഉണ്ടാവും. നീ എന്ത് ചെയ്താലും അതിനകത്ത് അനുഗ്രഹം ഉണ്ടാവും. 5-മത് ഒരു വാഗ്ദാനം കൂടെ ഉണ്ട് അതിനകത്ത്. ശക്തനും ധീരനുമായിരിക്കണമെന്നും പരിഭ്രമിക്കരുതെന്നും സംഭ്രമിക്കരുതെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനങ്ങളെല്ലാം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ, വചനം നാവിൽ വേണം. അപ്പോൾ വചനം നാവിൽ വരണമെങ്കിൽ വചനം ചങ്കിൽ കയറണം. ആദ്യം വചനം അകത്ത് കയറിയാൽ വചനം അധരത്തിൽ വരും. മനസ്സിലായ? ഒരു ആവശ്യത്തിന്, ഒരു ആപത്ത് നേരത്ത്, ഒരു ആവശ്യ നേരത്ത് വചനം പുറത്തു വരണമെങ്കിൽ നമ്മൾക്ക് വചനം ഹൃദയത്തിൽ വേണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ കാത്തു സൂക്ഷിച്ചതുപോലെ വചനം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. വചനം പറയുകയാണ്, അവൻ എന്ത് ചെയ്താലും അത് സഫലമാവും. പാതി വഴിയിൽ എവിടെയോ പരാജയത്തിന്റെ കയ്പ് നീര് നുകരുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് പരാജയത്തെ മാറ്റാൻ സഹായിക്കുന്ന ഒരു വലിയ ഔഷധം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ വചനം. രാവും പകലും ദൈവവചനം ഒരു വ്യക്തി ധ്യാനിച്ചാൽ, ന്യായപ്രമാണ ഗ്രന്ഥം ഒരു വ്യക്തിയുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടായാൽ ആ വ്യക്തിക്ക് വിജയമുണ്ടാവും. തോറ്റുകിടക്കുകയാണ്, ജീവിതത്തിൽ ഒരു ഐശ്വര്യമില്ല, എന്ത് ചെയ്താലും പരാജയപ്പെട്ട് കിടക്കാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള നിന്റെ ദുരഭിമാനം, നാണക്കേട് എറിഞ്ഞു കളയുക. എന്നിട്ട് ഇന്ന് നീ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുക. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ ആരാധിക്കുക. ദൈവത്തെ ഏറ്റുപറയുക. മത്തായി 10:31, മനുഷ്യരുടെ മുമ്പിൽ നീ ദൈവത്തെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ അവൻ നിന്നെ ഏറ്റുപറയും. നീ ദൈവത്തെ ഏറ്റുപറഞ്ഞാൽ ദൈവം നിന്നെ ഏറ്റുപറയും.